സുഹൃത്തുക്കളെ, ഞാൻ സാമാന്യ ആപേക്ഷികത എങ്ങനെ ആധുനിക ലോകത്തിൻ്റെ തത്വശാസ്ത്രത്തിന് അടിത്തറ പാകുന്നു എന്നും ഈ 18-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായ മനുഷ്യകുലത്തിൻ്റെ സാമൂഹ്യബോധത്തിലും തത്വശാസ്ത്രത്തിലും ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെ കൂടുതൽ ആരോഗ്യകരമായ ഒരു സമൂഹത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുമെന്നും ചർച്ച ചെയ്യാനാണ് ഈ വേദി ഉപയോഗിക്കുന്നത്. നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഈ യന്ത്രയുഗം ഒരു വ്യവസായ യുഗത്തിലേക്കും ഈ വ്യാവസായികമായ ഉൽപാദനം എങ്ങനെ പുതിയ ഒരു മനുഷ്യവർഗത്തെ, അതായത് തൊഴിലാളി വർഗത്തെയും മുതലാളി വർഗത്തെയും ഉണ്ടാക്കിയതെന്നും അവരുടെ താല്പര്യങ്ങൾ എങ്ങനെ വ്യത്യസ്തമായെന്നും അതുവഴി അന്നുവരെ ഇല്ലാത്ത ഒരു സാമൂഹ്യബോധം, അതായത് ഈ മനുഷ്യൻ്റെ സാമ്പത്തികമായ സ്ഥിതി യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമാണെന്നും അല്ലെങ്കിൽ ഉപകരണ നിർമ്മിതമാണെന്നും അതിനെ മാറ്റാൻ മനുഷ്യനാവുമെന്നും എന്നുള്ള ഒരു സ്വപ്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു. ആദ്യമായിട്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഒരു മുദ്രാവാക്യം ഉരുത്തിരിഞ്ഞു വന്നത് ഫ്രഞ്ചിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും പാരീസിലാണെങ്കിലും അതിന് പ്രധാന കാരണമായത് അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടോളം മുമ്പ് കണ്ടെത്തിയ സ്റ്റീം എഞ്ചിൻ എന്ന നീരാവി യന്ത്രവും അതിനോടനുബന്ധിച്ചുണ്ടായ വ്യവസായ വിപ്ലവം തന്നെ ആയിരുന്നു എന്നുള്ളതിന് ആർക്കും പക്ഷാത്തരം ഉണ്ടാവില്ല. അത് വന്ന് പിന്നീട് നമ്മൾ അതുകൊണ്ട് മാത്രം ഒരു പുതിയ വർഗം, തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുക, ഒന്ന് ജീവിക്കുക, അതുവഴിയുള്ള സാമൂഹ്യ ക്രമങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ ബോധങ്ങൾ, ഇതൊക്കെ വന്ന് അതിൽ നിന്ന് പുതുതായി പലതും ഉരുത്തിരിയുക എന്ന ഒരവസ്ഥയിലേക്ക് വരികയും അത് കൂടുതൽ സമ്പത്തും ജീവിത സൗകര്യങ്ങളും പഠന സൗകര്യങ്ങളും പരീക്ഷണ സൗകര്യങ്ങളും അതുവഴി സയൻസിലും മറ്റുള്ള മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ, ഈ പഠനത്തിനായിട്ട് ചെറുപ്പം മുതൽ വിദ്യാലയങ്ങളുണ്ടായത്, ഈ വിദ്യാലയങ്ങളിലൂടെയുള്ള പരീക്ഷണങ്ങൾ നടന്നത്, ഈ പരീക്ഷണങ്ങളിലൂടെ പുതിയ പലതും കണ്ടെത്തിയത്, ഇതൊക്കെ ഭയങ്കര രസകരമായ, ചരിത്രബോധമുള്ളവർക്കും ശാസ്ത്രീയ ബോധമുള്ളവർക്കും അതിമനോഹരമായ പല സംഭവങ്ങളാണ് ലോക ചരിത്രം ഒന്നായിട്ട്. മനുഷ്യ ചരിത്രം തന്നെ അങ്ങനെയാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഉപോത്ബലമായിട്ടാണ് യഥാർത്ഥത്തിൽ
മനുഷ്യരെല്ലാവരും ഈ ലോകം തന്നെ മനുഷ്യർക്കുള്ളതാണ്, മനുഷ്യരെല്ലാവരും സമന്മാരാണ്, സമത്വമാണ്, അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ബുദ്ധൻ്റെ ദർശനങ്ങൾ 2500 കൊല്ലം മുമ്പത്തെ ബുദ്ധൻ്റെ ദർശനങ്ങൾ, എല്ലാ മതങ്ങളിലുള്ള സമത്വഭാവന, അതൊക്കെ തന്നെ സമത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ലോകത്തല്ല, അത് പരലോകത്താണ്. അല്ലെങ്കിൽ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മീയ തലത്തിലാണ്. ഭൗതിക തലത്തിലുള്ള സമത്വം എന്നത് ചിന്തിക്കാൻ തുടങ്ങിയതിന് പ്രധാന കാരണം നമ്മളെ ഉപകരണങ്ങളിലുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീം എഞ്ചിനാണെന്ന് തന്നെ പറയാം. അതുവഴി പുതിയ പുതിയ യന്ത്രങ്ങളുണ്ടായി, നീരാവി യന്ത്രങ്ങളുണ്ടായി. ആ നീരാവി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വലിയ യന്ത്രങ്ങളായതുകൊണ്ട് അത് പ്രവർത്തിക്കാൻ കൂടുതൽ മനുഷ്യരെ ഒന്നിച്ച് നിൽക്കേണ്ടി വന്നു. ഈ കൂടുതൽ മനുഷ്യർ ഒന്നിച്ച് നിന്നപ്പോൾ അവരിൽ നിന്ന് ഉണ്ടായ സിനർജി, ചിന്തയിലും തത്വശാസ്ത്രത്തിലും അവരുടെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിലും അതിലെ ന്യായാന്യായങ്ങളെ വിശകലനം ചെയ്യുന്നതിലും അത് കൂടുതൽ പരിഷ്കരിക്കുന്നതിനുള്ള ചിന്തകൾ ഉണ്ടാവാനുണ്ടായ കാരണം ആ യന്ത്രങ്ങൾ തന്നെയാണ്. അതോടുകൂടിയാണ് ഈ പുതിയ ഒരു മാറ്റത്തിന് കാരണമായത്. എന്തായാലും അതിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് വിജ്ഞാന തലത്തിൽ ഭീകരമായ വിപ്ലവങ്ങൾ തന്നെ ഉണ്ടായത്. ഇലക്ട്രിസിറ്റി, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ, ഡീസൽ എൻജിൻ, ആറ്റംസ്, ന്യൂട്രോൺസ് പോലുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഉണ്ടായതൊക്കെ തന്നെ പുതിയ പുതിയ ഉപകരണങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് ഈ ആധുനിക ലോകം ഉണ്ടായത്. പക്ഷേ ആ ആധുനിക ലോകം ഉണ്ടായെങ്കിൽ പോലും അതിനനുസരിച്ച രീതിയിൽ പെട്ടെന്ന് ലോകത്തിൻ്റെ ക്രമങ്ങൾ മാറില്ല. കാരണം അതിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസങ്ങൾ, അന്നത്തെ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ, അതൊരിക്കലും തെറ്റാണെന്നോ നുണയാണെന്നോ അല്ലെങ്കിൽ അബദ്ധമാണെന്നോ എന്ന് പറയുന്നത് അന്തമില്ലാത്തവരാണ്. ശരിയായ ചരിത്രബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് അക്കാലത്ത് പൂർണ്ണമായും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് തന്നെ ബോധ്യമാവും. അതായത് ഇന്ന് നമുക്ക് കാലഹരണപ്പെട്ടതെന്നും അപരിഷ്കൃതമെന്നും അബദ്ധമെന്നും ഭീമാബദ്ധമെന്നും തോന്നുന്ന മതശാസനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ അന്നത്തെ കാലത്ത് 100% 100% ശാസ്ത്രീയ അടിത്തറയിലുള്ളതായിരുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന്, ശാസ്ത്രത്തിനും പ്രപഞ്ചത്തിന് തന്നെ മാറ്റമില്ലാതെ, ചേഞ്ച് എന്ന മാറ്റം ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന തത്വശാസ്ത്രം ആദ്യമായിട്ട് പണ്ട് മുതലേ ഒരു
ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും 1754 ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ നമ്മുടെ പ്രപഞ്ചത്തിലെ മാറ്റത്തെക്കുറിച്ചിട്ട്, അതായത് മാറ്റം എന്ന് പറഞ്ഞത് ഇല്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന ഒരു സൂചന തന്നിരുന്നു. അത് 1908 മിങ്കോസ്കിയുടെ ഒരു പ്രസൻറ്റേഷനിലും ഈ ഗ്രാവിറ്റിയും കർവേച്ചർ ഓഫ് സ്പേസും, അതായത് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് നയിച്ച പല ചിന്തകളുണ്ടായിരുന്നു. അതിന് സ്പഷ്ടമായ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുകയും പ്രപഞ്ചത്തിന് നിലനിൽക്കണമെങ്കിൽ നീളവും വീതിയും ഉയരവും ഉള്ള ഒരു ത്രിമാന ലോകത്തിന് മാത്രം സാധ്യമാകില്ല എന്നും അതിന് മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ അളവാണ് അല്ലെങ്കിൽ യൂണിറ്റാണ് സമയം. സമയം എന്ന ഒരു അല്ലെങ്കിൽ ചേഞ്ച് എന്ന ഒന്ന് ഇല്ലാതെ ഒരു വസ്തുവും നിലനിൽക്കില്ല എന്ന ഒരു ഫോർത്ത് ഡയമെൻഷണൽ സ്പേസ് എന്ന ആശയം കൊണ്ടുവന്ന ആളാണ് നമ്മുടെ പ്രസിദ്ധനായ 20-ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തനായ ഏറ്റവും തലയെടുപ്പുള്ള ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം വരുന്ന അതിനുള്ള ഏറ്റവും പ്രധാന പ്രത്യേകത ഈ ലോകം തന്നെ ആപേക്ഷികമാണ് എന്ന്. ഈ ആപേക്ഷികത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരേ വസ്തു പല അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ പല രീതിയിലാണ് കാണുക, അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും പ്രസക്തവും സാധാരണ ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെയൊക്കെ അടിസ്ഥാന മനസ്സിലാക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ട്രെയിനിലൊരാൾ യാത്ര ചെയ്യാണ്. അയാൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഒരു പന്ത്, കുറച്ച് കനമുള്ളൊരു പന്ത് അയാൾ മേലേക്ക് ഇടുന്നു. അല്ല ഒരു ഇരുമ്പിൻ്റെ കട്ടയാണെന്ന് വിചാരിച്ചു, അത് മുകളിലേക്ക് ഇടുന്നു. അത് അയാൾ താഴത്തേക്ക് 1 മീറ്റർ മേലേക്ക് പോയിട്ട് അത് നേരെ താഴേക്കും വരും. ഈ ഒരു ചലനം യഥാർത്ഥത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നേരെ 1 മീറ്റർ മേലേക്കും 1 മീറ്റർ താഴേക്കും, ആകെ 2 മീറ്ററാണ് അതിന് സഞ്ചാരം. ശരിയാണല്ലോ? ആണ്. അതിനെടുക്കുന്ന സമയവും 2 സെക്കൻഡ് ആണെന്ന് വെച്ചോളൂ. 1 സെക്കൻഡ് മുകളിലേക്കും 1 സെക്കൻഡ് താഴേക്കും. ഈ തീവണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഒരു 100 മീറ്റർ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിലും അയാളുടെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആള്, അയാൾ ചലിക്കല്ല, അയാൾ ഇരിക്കുകയാണ്. അയാൾ ഈ പന്ത് മേലേക്ക് ഇടുന്നു, താഴേക്കും വരുന്നു. അപ്പോഴും അയാൾക്ക് ഈ പന്തിൻ്റെ ചലനം, ഡിസ്റ്റൻസ്
യാത്ര ചെയ്ത ദൂരം 2 മീറ്ററാണ്. 1 മീറ്റർ മേലേക്കും 1 മീറ്റർ താഴേക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇനി നേരെ മറിച്ച് ഈ ട്രെയിനിനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഒരാൾ കാണണം, നോക്കുകയാണ്. ഇയാൾ നോക്കുമ്പോൾ ട്രെയിനിൽ കാണില്ല എന്നൊക്കെ ശരിയാണെങ്കിൽ പോലും അയാൾക്ക് അനുഭവപ്പെടുന്ന ഈ പന്തിൻ്റെ പ്രയാണം എങ്ങനെയായിരിക്കും? 100 മീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഈ 100 മീറ്റർ പോകുന്ന അത് ഏകദേശം 100 മീറ്ററിൽ പോകുക എന്ന് പറഞ്ഞാൽ 100 മീറ്റർ 1 മണിക്കൂർ കൊണ്ട് 100 മീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ അത് എത്ര പോകേണ്ടി വരും? 100 1 മിനിറ്റിൽ അത് 1.667 മീറ്റർ പോകേണ്ടി വരും. 1 മിനിറ്റിൽ 1 സെക്കൻഡിൽ അത് 28 മീറ്റർ എങ്കിലും പോകണം. 100 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 1 സെക്കൻഡിൽ 28 മീറ്റർ. അപ്പോൾ ഈ 1 സെക്കൻഡ് അങ്ങോട്ട് മേലേക്ക് പോകാൻ എടുക്കുന്ന സമയം കൊണ്ട് ഈ ട്രെയിൻ എത്ര സഞ്ചരിച്ചിരിക്കും? 28 മീറ്റർ സഞ്ചരിച്ചിരിക്കും. അത് തിരിച്ചു വരാനും 28 മീറ്റർ. അപ്പോൾ ഈ പന്തിൻ്റെ സ്റ്റേഷന് പുറത്തിരുന്നിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഈ പന്തിനെ വീക്ഷിക്കുന്ന ആൾക്ക് ഈ 2 സെക്കൻഡ് തുല്യം തന്നെ, ആ സെക്കൻഡിൽ ഈ പന്ത് യാത്ര ചെയ്ത് എത്ര ദൂരമായിരിക്കും? 28 മുകൾക്കും 28 താഴേക്കും അല്ലേ? 56 മീറ്ററാണ് അത് സഞ്ചരിക്കുന്നത്. ഇത് സഞ്ചരിക്കുന്നത് 56 മീറ്റർ ആണെങ്കിലും സമയം എത്രയാണ്? ഒരേ സമയമാണ്. ഒരു 2 സെക്കൻഡ്. 1 സെക്കൻഡ് മുതലേക്കും 1 സെക്കൻഡ്. അതായത് ഒരേ പന്ത് ഒരു പ്രാവശ്യം മേലേക്കും താഴേക്കും പോവാൻ യഥാർത്ഥത്തിൽ എടുത്ത സ്പീഡ് നോക്കുകയാണെങ്കിൽ 2 മീറ്ററാണ്. 2 സെക്കൻഡ് കൊണ്ട് 2 മീറ്ററാണ് പോയതെങ്കിൽ ഇതേ 2 സെക്കൻഡ് കൊണ്ട് 56 മീറ്റർ, 28 മീറ്റർ മേലേക്കും 28 മീറ്റർ. അങ്ങനത്തെ ത്രികോണത്തിൻ്റെ 2 കർണങ്ങളല്ലേ ആവുക? ഒരു ത്രികോണത്തിൻ്റെ, അതായത് ഈ പന്ത് ഇടുമ്പോൾ ഉണ്ടായിരുന്ന അപ്പുണ്ടായിരുന്ന തീവണ്ടിയുടെ സ്ഥലത്തുനിന്ന് 28 സെക്കൻഡ് കഴിയുന്ന സ്ഥലത്തെത്തുമ്പോഴേ പന്ത് രണ്ടാമത് തിരിച്ചെത്തുന്നുള്ളൂ. 28 മീറ്റർ കഴിയുന്ന സ്ഥലത്തെത്തുമ്പോൾ, 28 അല്ല, 56 മീറ്റർ. 56 മീറ്റർ കഴിയുമ്പോഴേക്കേ സ്ഥലത്തെത്തുള്ളൂ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ അത് ഏറ്റവും മേലെ എത്തുമ്പോഴേക്ക് 28 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ 28 മീറ്ററും താഴത്തേക്ക് കഴിയുമ്പോഴേക്ക്, അതായത് ഈ പന്ത് 28 മീറ്റർ എങ്കിലും പാദമുള്ള ഒരു ത്രികോണത്തിന്, ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ, അതായത് 28 മീറ്ററിൽ കുറച്ച് കൂടുതലുണ്ടാവും. 1 മീറ്റർ നീളം, അതായത് 28 സ്ക്വയർ + 21 സ്ക്വയർ, അതിൻ്റെ റൂട്ടായിരിക്കും യഥാർത്ഥത്തിൽ
ഈ കർണം. ആ കർണത്തിൻ്റെ, അതായത് അത് എന്തായാലും 28-ലേക്കാളും കൂടുതലായിരിക്കും. അത് അത്രയും ദൂരം അത് സഞ്ചരിക്കുന്നു. പക്ഷേ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഒന്ന് തന്നെയാണ്, ഒരേ പന്ത് തന്നെയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഈ ഈ ഒരു വസ്തു തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ സ്പീഡ് അനുഭവപ്പെടുന്നത് പലർക്കും പല തരത്തിലായിരിക്കും എന്നാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതായത് ഇത് നമ്മൾ ഈ പന്തിൻ്റെ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ രണ്ട് കാര്യം. പക്ഷേ രണ്ടല്ലല്ലോ ചലനം പലതരത്തിലുണ്ട്. അതായത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കല്ലേ, ഏകദേശം 100 കിലോമീറ്റർ അതിൻ്റെ ആക്സിസിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതും കൂടി നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും നോക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ചന്ദ്രനിൽ ഇരുന്നിട്ടാണ് ഈ പന്തിനെ, ഈ കല്ലിൻ്റെ പ്രയാണം നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിന് ഈ ട്രെയിനിൻ്റെത് മാത്രം പോരല്ലോ, ഭൂമിയുടെ കറക്കം കൂടി അതിനനുഭവപ്പെടില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? 1600 എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 444 മീറ്റർ വരും എന്നർത്ഥം. 444 മീറ്റർ അപ്പോഴേക്ക് അത് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നർത്ഥം. ഏത്? നമ്മളെ ഈ ഒരു സെക്കൻഡ് കൊണ്ട്. ഇനി അവിടെ നിൽക്കുന്നുണ്ടോ? അവിടെയും നിൽക്കണില്ല. ഇത് നമ്മൾ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും പുറത്ത്, നമ്മളെ സൗരയൂഥത്തിൽ വേറെ എവിടെയും, ഇപ്പോൾ സൂര്യനിൽ ചെന്നിട്ട് നിന്ന് നോക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ഈ ഈ ഈ പന്തിൻ്റെ പ്രയാണം എങ്ങനെയായിരിക്കും? ഇതേ സമയം ഈ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും? ഈ ഭൂമി അതിവേഗതയിൽ, അതായത് 1,07,000 കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ ഈ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നത്. ആ ചലനം കൂടി നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇത് നോക്കുന്നതെങ്കിലോ, ഇതേ കല്ല്, അതായത് 1 സെക്കൻഡ് മുകൾക്കും 1 സെക്കൻഡ് താഴേക്കും വരുന്ന നമ്മളെ തീവണ്ടിയിൽ ആശാനിരിക്കുന്ന അതേ കല്ലിൻ്റെ പ്രയാണം ഏകദേശം 30 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കേട്ടോ. 30 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതായത് 30 കിലോമീറ്റർ മുകളിലേക്കും 30 കിലോമീറ്റർ താഴേക്കും ഒറ്റ സെക്കൻഡ് കൊണ്ട് പോയി വരും. അതേപോലെ തന്നെ ഇത് നമ്മൾ ഗാലക്സിയുടെ പുറത്തൊക്കെ പോയാലുള്ള അവസ്ഥ എന്താ? നമ്മളെ ഗാലക്സിന് ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൻ്റെ കേന്ദ്രബിന്ദുവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയൊക്കെ, ഈ സൗരയൂഥം എന്നാണ് പറയുന്നത്. അത് ഏകദേശം 270 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. 270 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ കറക്കം എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മളെ എല്ലാ ചലനങ്ങളും എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടിത്തറ ഏതാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ വീക്ഷണവും മാറ്റണം, അല്ലെങ്കിൽ അത് അയാഥാർത്ഥമാണെന്നാണ്.
യാഥാർത്ഥ്യം പലതാണ് എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മൾ ഈ ഞാൻ എഴുതി വെച്ചതാണ്. ഒരൊറ്റ കല്ല് മേലേക്കിട്ട് താഴത്തേക്ക് വരുമ്പോൾ എത്രയൊക്കെ വ്യത്യസ്ത തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എത്രയൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേറ്റീവാണ് കാര്യങ്ങൾ എന്ന് പറയാൻ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെയ്യും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തും ഇതുണ്ട്. കാരണം ഏതൊരു വസ്തുവിനെയും നോക്കിക്കാണുന്നുള്ള അടിസ്ഥാന ദർശന ബിന്ദു എന്താണോ അതിനനുസരിച്ചാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും എന്നത്. അതായത് നമ്മൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഒന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കണമെങ്കിൽ ചലനം ആവശ്യമാണ്. ചലനം ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ചലനം ആവശ്യമാണ്. ആ ആവശ്യമായ ചലനമില്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല എന്ന തത്വത്തിലേക്ക് ആണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അതായത് അന്ന് വരെ ന്യൂട്ടോണിയൻ ഫിസിക്സിലും അല്ലെങ്കിൽ പ്രാചീന കാലം മുതലുണ്ടായിരുന്ന നീളം വീതി ഉയരം എന്ന പ്രപഞ്ചത്തിൻ്റെ മാനങ്ങൾക്ക് പുറമെ 4ാമത്തെ ഒരു മാനം, മാറ്റം എന്നൊരു മാനം, മാറ്റത്തിൻ്റെ യൂണിറ്റായ സമയം എന്ന ഒരു മാനം കൂടി ഉണ്ടെങ്കിലേ പ്രപഞ്ചം തന്നെ ഉള്ളൂ. പ്രപഞ്ചത്തിൻ്റെ നീളം വീതി ഉയരം എന്നതുപോലെ അനിവാര്യമായതും അത്യന്താപേക്ഷിതമായതുമായ ഒരു മാനമാണ് മാറ്റം എന്ന അവസ്ഥയിലേക്ക് നാം ശാസ്ത്രീയമായി പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമായി എത്തുന്നു എന്നതാണ് നാം പറഞ്ഞു വന്നത്. അതായത് നിങ്ങളെവിടെ നോക്കിയാലും ഈ ചലനം കാണാം. സൗരയൂഥത്തിൽ ചലനമുണ്ട്, ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ചലനമുണ്ട്, മാത്രമല്ല ഈ സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങുന്ന ചലനമുണ്ട്. അതിനു പുറമെ ഈ ചന്ദ്രന് ചലനമുണ്ട്. ഇങ്ങനെ ലോകത്ത് കാണുന്ന എന്തിനും ഒരു ആറ്റത്തിനെടുത്ത് നോക്കിക്കോളൂ. ആറ്റത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മളെ ആറ്റത്തിനെ കണ്ടവരും അനുഭവിച്ചവരും വിവരമുള്ളവരും എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് ഈ ചലനം എന്നത് അതിസൂക്ഷ്മ കണങ്ങൾ മുതൽ സ്ഥൂല പ്രപഞ്ചം വരെ, ഈ വലിയ പ്രപഞ്ചം വരെ ഏത് സ്ഥലത്തും ചലനം എന്നത്, മാറ്റം എന്നത് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മാറ്റമില്ലെങ്കിൽ എന്തില്ല, ആ വസ്തു തന്നെ ഇല്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നതാണ് ഈ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ 4ാം മാനം എന്ന സമയവും അടിവരയിടുന്നത്. ഇതാണ് നമ്മൾ നമ്മുടെ ആധുനിക തത്വശാസ്ത്രത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും ചിന്താ പദ്ധതികളിലേക്കും കൊണ്ടുവരാൻ
വരേണ്ടതും അത് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പരമ്പരാഗതമായ ദർശനത്തിനും തത്വചിന്തകൾക്കും ശാസ്ത്രത്തിനും ഉണ്ടാവുന്നതെന്നും ഈ മാറ്റങ്ങളൊക്കെ തന്നെ എങ്ങനെ യഥാർത്ഥത്തിൽ ഇന്നേ വരെ ഉണ്ടായ എല്ലാ തത്വശാസ്ത്രങ്ങളെയും ദർശനങ്ങളെയും മതങ്ങളെയും എങ്ങനെ അതിമനോഹരമായ ഒരു സൈക്ലഡിക് ആയ അനേകം വർണ്ണരാശികളുള്ള ഒരു മാലയാക്കിയിട്ട് ഈ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ നമുക്ക് കണ്ണി ചേർക്കാമെന്നും കോർത്തിണക്കാമെന്നും കാണിക്കാൻ കഴിവുള്ള ഒരു ദർശനം ആണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം. നാം മാനവ സാമൂഹ്യ ദർശനത്തിലും തത്വശാസ്ത്രത്തിലും രാഷ്ട്രീയ ചിന്തയിലും സാമൂഹ്യ ചിന്തയിലും മതചിന്തയിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ളത് എന്ന സന്തോഷ വാർത്ത അറിയിക്കാനും അതുവഴി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായും എന്തുകൊണ്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് ഒന്നിച്ച് സഹവർത്തിത്വത്തിനും സാഹോദര്യത്തിനും എത്രയോ മേഖലകൾ ഉണ്ട് എന്ന് പരസ്പരം ബോധ്യപ്പെടാനും കഴിയുന്ന ഒരു തത്വശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികത, സമൂഹത്തിൻ്റെ സാമാന്യ ആപേക്ഷികത എന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. എന്തായാലും ലോകത്തെ ഇന്നേ വരെ ഉണ്ടായ എല്ലാ ദർശനങ്ങളും എല്ലാ മത രാഷ്ട്രീയ പ്രാദേശിക ദർശനങ്ങളും മനോഹരമായ ഒരു ഹാരമാക്കാൻ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആധുനിക മനുഷ്യൻ്റെ ഒരു അതിമനോഹരമായ ഒരു മാലയാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു എന്തായാലും പറയാം, ഈ അനേകം പുഷ്പങ്ങളുള്ള അതിമനോഹരമായ പുഷ്പങ്ങളുള്ള ഒരു മാലയാക്കി മാറ്റാൻ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് കഴിയും എന്ന് ഉറച്ച വ്യത്യാസം എനിക്കുള്ളത് കൊണ്ടും അതെങ്ങനെ നമ്മുടെ ഇന്നത്തെ പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം വിദ്വേഷം പുലർത്തുന്ന, പരസ്പരം ഇല്ലാതാക്കണമെന്ന് ശഠിക്കുന്ന തത്വശാസ്ത്രങ്ങളെ തന്നെ എങ്ങനെ സഹോദരങ്ങളാക്കി ഉദരങ്ങളാക്കി ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നവ പോലുള്ള സഹോദരങ്ങളാക്കി പൊതുവായ താല്പര്യങ്ങൾക്കും പൊതുവായ ജീവൻ നിലനിർത്താനും ജീവനെ പരിപോഷിപ്പിക്കാനും ആവശ്യമായ ഘടകങ്ങളെല്ലാം പരമാവധി സംരക്ഷിക്കുന്നതിനും ആവശ്യമായ ഒരു തത്വസംഹിതയായി സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം മാറ്റാനുള്ള അതിനെ പ്രയോഗവൽക്കരിക്കാനുള്ള സാധ്യത ചർച്ച ചെയ്യുന്നതിനാണ് ഞാൻ ഈ
വേദി ഉപയോഗിക്കുന്നത് ഇത് ഗൗരവത്തോടു കൂടി, അതായത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഇനി വരുന്ന തലമുറകളെ കൂടുതൽ സമ്പന്നമായ, സ്വർഗീയമായ, മനോഹരമായ, നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവാത്ത ശാന്തിയും സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവും പങ്കാളിത്തവുമുള്ള ഒരു സമൂഹമാവാൻ അത് എന്തായാലും ആവും. അങ്ങനത്തെ, കാരണം ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ തലവര കുറിക്കുന്നത്. അതിന് പറ്റിയ രീതിയിലുള്ള ഉപകരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്ന കാലമാണ് ഈ 21-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ട് മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അന്ന് മുതലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ മനുഷ്യന് അന്ന് വരെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഈ വറുതിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ വിവേചനവും അപ്പാർത്തീഡും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലുള്ള വിദ്വേഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും കുറയും. അതിനൊക്കെ കാരണമായത് നമ്മുടെ ഉപകരണങ്ങളുടെ, ശാസ്ത്രത്തിൻ്റെ വികാസവും വികസനവും കുതിച്ച് ചാട്ടവുമാണ്. അതിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കുന്നത് നമുക്കൊക്കെ തന്നെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെയും ഈ ജീവൻ തുടിക്കുന്ന, നമ്മളെ അറിയപ്പെട്ടിടത്തോളം ജീവൻ തുടിക്കുന്ന ഏകഗ്രഹമായ ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് കേന്ദ്രീകരിച്ച ജീവൻ്റെയും സമൃദ്ധിയിലും വികാസത്തിലും അത് നയിക്കാൻ അതിന് കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വറുതി ഉണ്ടാകുമ്പോഴാണ് ഈ ആക്രമവും പിടിച്ചുപറിയും ഇതൊക്കെ നടക്കുന്നത്. അതിന് വറുതിക്ക് നമ്മുടെ മനസ്സിന് സംസ്കരിച്ചെടുത്താൽ ഈ വറുതിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് എത്രയോ ഗാന്ധിജി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യമായത് ഇവിടെ ഉണ്ട്, പക്ഷേ ഒരാളുടെ ആർത്തി പൂർത്തീകരിക്കാൻ വേണ്ടത് ഇവിടെ ഇല്ല എന്ന ആ ബോധ്യം, അതൊരു ഇൻ്റലിജൻസ് വേണം, അതിന് കുറച്ച് ബുദ്ധി വേണം. അങ്ങനെയുള്ള ബുദ്ധിപരമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യകുലം മെല്ലെ മെല്ലെ നീങ്ങാൻ അവനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ ഉപകരണങ്ങൾ ആധിപത്യം പുലർത്താൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അത് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നത് ഒരു 11 കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതി വച്ചിട്ടുള്ളത്. അതിൽ 2 കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ, ഒന്ന് ശ്രീബുദ്ധൻ, ഗാന്ധിജി, മാർക്സ്, ഐൻസ്റ്റൈൻ, മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും എല്ലാ തത്വചിന്തകന്മാരും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഒക്കെ തന്നെ നമ്മൾ ഇതിൽ നമ്മളെ മുന്നണി പോരാളികളായിട്ട് കണക്കാക്കാവുന്നതാണ്. പിന്നെ ഈ അടുത്തതായിട്ട് ശാസ്ത്രത്തിൻ്റെ മാറാനുള്ള കഴിവ്, പിന്നെ മതങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ, എല്ലാ മതങ്ങളും ശാസ്ത്രീയമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവാൻ ഒരു പ്രയാസമില്ല. മാത്രമല്ല, മതങ്ങളൊക്കെ അശാസ്ത്രീയമാണെന്നും അബദ്ധമാണെന്നും അസംസ്കൃതമാണെന്നും പറയുന്നവരാണ് യഥാർത്ഥത്തിൽ അശാസ്ത്രീയർ എന്ന്
ബോധ്യപ്പെടുത്താൻ നമ്മൾ ഈ വേദി ഉപയോഗിക്കും. പിന്നെ മാറ്റം എന്നത് 100% ജീവൻ്റെ ലക്ഷണമാണെന്നും അത് നിലനിൽക്കാൻ തന്നെ മാറ്റം ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഓരോ കാലത്തെയും മനുഷ്യൻ്റെ ദർശനങ്ങൾ ശാസ്ത്രീയ അടിത്തറയിലുള്ളതായിരുന്നു എന്നും നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ മാത്രമല്ല, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അഭൗതിക ആശയങ്ങൾ, ചിന്തകൾ ഭൗതിക ശക്തിയാവുന്നതിനെ കുറിച്ചിട്ട് ഫ്രെഡറിക് ഏഞ്ചൽസ് പറയും. അതിൻ്റെ ആഘാതങ്ങൾ എങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ആചാരങ്ങളെ എങ്ങനെ സമീപിക്കണം, മതത്തിലുള്ളതായിക്കോട്ടെ, ദൈവത്തിലുള്ളതായിക്കോട്ടെ, ജീവിതത്തിലുള്ളതായിക്കോട്ടെ, ആചാരങ്ങൾ എങ്ങനെ ടൈം ടെസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കാലപരിശോധനകളാൽ ഉരുത്തിരിഞ്ഞതാണെന്നും അതിൽ എങ്ങനെയാണ് അതിനോട് ശാസ്ത്രീയമായി സമീപിക്കേണ്ടതെന്നും എന്തൊക്കെ അതിൽ ഒഴിവാക്കണമെന്നും എന്തൊക്കെ ഒഴിവാക്കാൻ പാടില്ല എന്നും എന്തൊക്കെ പരിഷ്കരിക്കണം എന്നും നമ്മൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ ശബരിമല ഇഷ്യൂ എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാം എന്നത്, അതേപോലെ നമ്മളെ കേരളത്തിൻ്റെ ഈ ശാസ്ത്രലോകത്തിനുള്ള, രാഷ്ട്രീയ ലോകത്തിനുള്ള സംഭാവനകൾ എന്തായിരുന്നു, അതിൽ നമ്മളെ പങ്കെന്താണ്, അത് എങ്ങനെയാണ് വെള്ളക്കാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പൂർണ്ണമായി അവഗണിച്ചത്. മാത്രമല്ല, വാര്യംകുന്നനെ പോലുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ചോദ്യം ചെയ്യുകയും 5-8 മാസം ഒരു കോളനിയായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സ്വയം ഭരണം ഏർപ്പെടുത്തുകയും ചെയ്ത വാര്യംകുന്നൻ യഥാർത്ഥത്തിൽ മലയാളി ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ വളരെ താഴ്ന്ന ഒരു വിഭാഗത്തിലെ അംഗമായതുകൊണ്ട്, മലയാളി ആയതുകൊണ്ട്, മലബാറുകാരനായതുകൊണ്ട് മാത്രം, ബ്രിട്ടീഷുകാർക്കെതിരെ ആയതുകൊണ്ടും ആണ് ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകാരി ഷേഗുവേരെ പോലെയോ ഷേഗുവേരയുടെ മൂത്താപ്പ ആവുന്ന രീതിയിലുള്ള ഈ വാര്യംകുന്നനെ അംഗീകരിക്കേണ്ടതിൻ്റെ പ്രസക്തിയും, അതേപോലെ മതങ്ങളോടും പാരമ്പര്യങ്ങളോടുമുള്ള സമീപനം ശാസ്ത്രീയമായിട്ട് എന്താക്കണമെന്നും അതിൽ എന്തൊക്കെ വിശ്വാസങ്ങളാണ് നാം പുലർത്തേണ്ടതെന്നും എന്തൊക്കെ വിശ്വാസങ്ങളെ നാം ബഹുമാനിക്കണമെന്നും എന്തൊക്കെ വിശ്വാസങ്ങളെ നമ്മൾ അനുഷ്ഠിക്കണമെന്നും എന്തൊക്കെ വിശ്വാസങ്ങളെ നാം തള്ളിക്കളയണമെന്നും അവയുടെ സ്വഭാവം എന്തായിരിക്കണമെന്നും, അതായത് മതങ്ങളോടുള്ള ശാസ്ത്രീയ സമീപനം സാമാന്യ ആപേക്ഷികതയോടുകൂടി എങ്ങനെയാവണമെന്നും കൃത്യമായും കണിശമായും പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഓർക്കണം, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും തെറ്റാണെങ്കിലും ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് എഴുതണം. ഓക്കെ.